ഹലോ. ഹലോ ഹലോ മിസ്റ്റർ രാഹുൽ അല്ലേ? രാഹുലാണ്. രാഹുൽ, ഞാൻ മനു മോഹൻ. മനസ്സിലായില്ല. രാഹുൽ, എനിക്ക് നിങ്ങളെ അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നിങ്ങളെനിക്ക് നന്നായി അറിയാം. ആ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ രാഹുലിനെ വിളിക്കുന്നത്. ആൾക്ക് നിങ്ങളെ നന്നായി അറിയാം. ഞാൻ അറിയുന്ന എൻ്റെ ഫ്രണ്ടോ? അതാരാ? എന്നെ അറിയുന്ന ആളാണെങ്കിൽ എന്നോട് സംസാരിച്ചാൽ പോരെ, അതിന് നിങ്ങളെന്തിനാ? ഇതൊരു സർപ്രൈസാണ് രാഹുൽ. സർപ്രൈസോ? അതെ, സർപ്രൈസ്. അത് രാഹുൽ ഫ്രീ ആണെങ്കിൽ നാളെ തന്നെ. നാളെ ആകാം. എവിടെ വെച്ച്? കുറച്ച് ഫ്രീഡം വേണം. അത് നമ്മുടെ ആ മൗണ്ടനിലുള്ള ലാഫറ്റ കോഫി ഷോപ്പിൽ. നമ്മുടെ ടൗണിൽ നിന്ന് അല്പം മാറി. ഈവനിങ്ങിൽ ഒരു 6:30. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. ഓക്കെ. അല്ല മിസ്റ്റർ മനു മോഹൻ. അല്ല മനു, ആരാണ് ആ സർപ്രൈസ് തരുന്ന ആൾ എന്നൊന്ന് പറഞ്ഞൂടെ? നോ, അതാണ് സർപ്രൈസ്. എങ്കിലും ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഓക്കെ, നാളെ 6:30. ഓക്കെ. ഒരു ക്യാപിച്ചിനോ?
അനു, നീയോ? വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ആ വിളി കേൾക്കാൻ എനിക്കൊട്ട് താല്പര്യവും ഇല്ല. അങ്ങനെ എന്നെ വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഇങ്ങനൊരു വിളിക്കായി ഒരുപാട് ഞാൻ കാത്തിരുന്നു. പക്ഷെ നിങ്ങൾ അനക്ക, ഇത് മോളാണ്. നിന്റെ മോളോ? നിന്റെ മകൾ തന്നെയാണ്. 1.5 വർഷം മുമ്പ് എന്നെയും എൻ്റെ അവസ്ഥയെയും ഭയന്ന് നീ ഒളിച്ചോടിയപ്പോൾ ഞാൻ അറിയാതെ എനിക്ക് നീ തന്നിട്ട് പോയ സമ്മാനം. അനക്ക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നു. എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. നീ അത് മനസ്സിലാക്ക്. മാപ്പ്. മാപ്പ്? മാപ്പ്. നിന്റെ മാപ്പ് കേൾക്കാനല്ല ഞാൻ വന്നത്. അതിനുള്ള സമയവും കഴിഞ്ഞു. നീ ചെയ്ത ആ തെറ്റിന് സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒറ്റയ്ക്കാണ് നേറിയത്. എന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, എന്നെ ഉപേക്ഷിച്ചപ്പോൾ, അപ്പോഴൊന്നും നിന്റെ ഈ പശ്ചാത്താപം എനിക്ക് കൂട്ടുണ്ടായില്ല. അന്ന് നീ എന്തിനാ ഇതൊക്കെ ഒറ്റയ്ക്ക് സഹിച്ചത്? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? എങ്ങനെ പറയാൻ? അഥവാ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? നിന്റെ സ്നേഹം എനിക്ക് തരുമായിരുന്നോ? നിന്റെ ജീവിതത്തിലേക്ക് എന്നെ കൂട്ടുമായിരുന്നോ? എനിക്ക് നിന്റെ ദയയോ സഹതാപമോ ആവശ്യമില്ല. ഈ 1.5 വർഷം ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കി. കാരണം ഇവളിൽ എൻ്റെയും ചോരയുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഭൂതകാലത്തെ ബഹുമാനിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. അവിടെ നിന്റെ ഈ തെറ്റിന്റെ അടയാളം എനിക്ക് ആവശ്യമില്ല. ഇതെന്റെ പ്രതികാരമാണ് രാഹുൽ. ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടി നീ സുഖമായി ജീവിക്കരുത്. ഒരച്ഛൻ അനുഭവിക്കേണ്ട എല്ലാ വേദനയും ഉത്തരവാദിത്വവും നീ അറിയണം. ഓരോ നിമിഷവും നീ ഇവളെ നോക്കുമ്പോൾ നീ എന്നോട് ചെയ്ത ചതി നീ ഓർക്കണം. അത് നിന്നെ ഓരോ ദിവസവും ഉള്ളിൽ നിന്ന് കാർന്ന് കൊന്നു തിന്നണം. അനക, പ്ലീസ്. അപ്പൊ നീ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവാണോ? നീ ഇവളെ വിട്ടു പോകരുത്. അതെ, ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവളെ? നിന്റെ ചോരയെ നിന്റെ കൈകൾ, ഏൽപ്പിക്കേണ്ട കൈകൾ സുരക്ഷയോട് തന്നെയാണ് ഏൽപ്പിക്കുന്നത് ഞാൻ. ഇനിയുള്ള കാലം ഈ കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും നിനക്കുള്ള ശിക്ഷയാണ്. മോളെ, കാലമേ
മനു, മോളെ അയാളുടെ കയ്യിലേൽപ്പിച്ചിട്ട് നിനക്കെങ്ങനെ അവളില്ലാതെ പോരാൻ കഴിയും? കഴിയും മനു, കഴിയണം. അയാൾ മോളെ നോക്കു വല്ലതും? ഇല്ല മനു, ഇത്രയും കാലം അയാൾ നമ്മുടെ കൺമുന്നിൽ തന്നെ അല്ലേ ആയിരുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ? അയാളല്ലല്ലോ, അയാളുടെ പുറകെ നമ്മളല്ലേ ഉണ്ടായിരുന്നത്. ഇതും നമ്മൾ അറിയും.